കണ്ടോ നല്ല സ്പോഞ്ചി കേക്ക് ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ, നല്ല സ്പോഞ്ചി കേക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സിമ്പിളായിട്ടൊരു കേക്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ സാധാരണ എല്ലാവരും മടിക്കുന്നതിൻ്റെ കാരണം ഓവനും ബീറ്ററും ബട്ടർ പേപ്പറും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളിവിടെ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിങ്ങൾക്ക് അടുപ്പയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ. ആദ്യമേ തന്നെ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുക. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് പതുക്കെ ഒരു മീഡിയം കളർ വരുന്ന രീതിയിൽ നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കണം. ഇത് മെയിനായിട്ട് ഇതാണ് നമ്മുടെ കേക്കിന് അതിൻ്റെ കളർ തരുന്നത് കേട്ടോ. ഈ ഒരു കളറാണ് നമ്മുടെ കാരമലിന് വരേണ്ടത്. ഈ ഒരു കളർ ആകുന്ന വരെ നമ്മൾ ഷുഗർ കാരമൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. നല്ല കളർ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ റെഡിയായ കാരമലിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഉണക്കമുന്തിരി, നമ്മുടെ കേക്കിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന നട്ട്സ് ഐറ്റംസും എല്ലാം സോക്ക് ചെയ്ത് വെക്കുക. കണ്ടില്ല, ഈ ഒരു പരുവത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഇവിടെ 250 ml ഒരു കപ്പിലാണ് നമ്മൾ മൈദ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അളവ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടി 3 പ്രാവശ്യം അരിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ 3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മൈദ എടുത്ത കപ്പാണിത്. ഇതിൻ്റെ 1/2 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ഈ കേക്കിന് വേണ്ടി ആവശ്യമുള്ളത്. അളവ് കൂടുകയോ കുറയുകയോ ചെയ്തേക്കരുത്. അതിനുശേഷം നമുക്ക് ആ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ 4 ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ മിക്സിയിലേക്ക് ഇടുക. മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം 1 നുള്ള് ഉപ്പും ചേർക്കുക. എന്നിട്ട് നമുക്കിത് ശരിക്കും പൊടിച്ചെടുക്കണം കേട്ടോ. ഇതുണ്ട്, ഇവിടെ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് വേണ്ടത്. ഓർക്കുക, റൂം ടെമ്പറേച്ചറിലുള്ളത്, ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട എടുക്കുക. അത് നമുക്ക് നമ്മുടെ ആ പൊടിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുക, ഈ കാണുന്നത് പോലെ. അതിനുശേഷം നമ്മുടെ മൈദ എടുത്ത കപ്പില്ലേ, ആ കപ്പിൽ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് ഓയിൽ. ഒരിക്കലും നമ്മുടെ മെഷർമെൻറ്റ് തെറ്റിപ്പോകരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മിക്സിയിൽ ഇത് ശരിക്കും അടിച്ചെടുക്കുക. നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ. അപ്പം വീഡിയോ മൊത്തം കണ്ടാൽ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് മൈദ ഇട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇവിടെ നമ്മൾ ബട്ടർ പേപ്പർ പോലും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ മൈദ നമ്മുടെ പാത്രത്തിൽ ഇതുപോലെ വിതറി കൊടുക്കുക. നമ്മുടെ കേക്ക് റെഡിയായി കഴിയുമ്പോൾ പെട്ടെന്ന് ഊരി പോരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ പഞ്ചസാരയുടെ പൊടിയും മുട്ടയൊക്കെ കൂടി അടിച്ചെടുത്തത് നമ്മളൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിക്കുക. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നല്ല റം ഇരിപ്പുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കുക.
നമ്മുടെ മുട്ടയുടെ മണമൊക്കെ അങ്ങ് മാറും. റമ്മില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ തേനാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ മൈദ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഇങ്ങനെ കറക്കി റൈറ്റ് സൈഡിലേക്ക് തന്നെ കറക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അതിനുശേഷം നമ്മുടെ മിക്സിങ് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാം ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുന്നത് പോലെ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും. ഈ ഒരു പരുവം ആക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവം ആകുന്നതിനും വരെ നമ്മൾ നല്ലതുപോലെ കുഴക്കണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ പരുവം. ഈ പരുവത്തിലാകുന്നതിനും വരെ നിങ്ങൾ നല്ലതുപോലെ കുഴക്കണം. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനിലും ഗ്യാസിലും കുക്കറിലും ഒന്നുമല്ല, നമ്മുടെ സാധാരണ തീയെ വെച്ചാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചരലാണ് കേട്ടോ. നമ്മുടെ ആറ്റുംപുറത്ത് ഒക്കെയുള്ള ചരലില്ലേ, ആ ചരൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ പോയ പാനൊക്കെ കാണുമല്ലോ, അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇതുപോലെ വെതറിയിടുക. വെതറിയിട്ടതിന് ശേഷം നല്ലതുപോലെ നിരപ്പാക്കി വെക്കണം. അപ്പോൾ നല്ലതുപോലെ ഇത് ചൂടായിട്ട് വരും. ഈ ചരൽ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇതിൻ്റെ മേളിൽ വെച്ചാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ തീ കത്തിച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മൈദയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രമില്ലേ, അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഈ കാണുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കേക്കിന് വേണ്ടിയെല്ലാം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കൊട്ടിക്കൊടുക്കണം. എന്തെങ്കിലും എയറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊട്ടുന്നത്. നമ്മുടെ പാൻ്റെ മേളിൽ ഇട്ടേക്കുന്ന ചരലെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുക. പാത്രം വെച്ചതിന് ശേഷം നമ്മൾ കാഷ്യൂനട്ട് ഇതിൻ്റെ മേളിൽ പതുക്കെ ഈ കാണുന്നത് പോലെ, വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ ഇട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഒരു കവർ വെച്ച് നന്നായിട്ട് മൂടണം. ഇതൊരു 1 മണിക്കൂർ നേരത്തേക്ക് ഇത് നമ്മൾ അൺടച്ച്ഡായിട്ട് ഇതുപോലെ വെക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ട് പതുക്കെ ഇതുപോലെ കുത്തി നോക്കണം. കുത്തിയിട്ട് സ്റ്റിക്ക് എടുക്കുമ്പോഴത്തേക്ക് സ്റ്റിക്കേൽ ഒട്ടും പറ്റി പിടിച്ചിരിക്കരുത്. സ്റ്റിക്കേൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടില്ലേ, ഇവിടെ ഒട്ടും കേക്ക് നമ്മുടെ സ്റ്റിക്കേൽ പറ്റി പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തു. കേക്ക് നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ട് ഒരു
ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് മറിച്ചിട്ടത് കേട്ടോ. അടിപൊളിയായിട്ട് വന്നു. നല്ല സൂപ്പറായിട്ട് ഞങ്ങൾക്ക് കേക്ക് കിട്ടി. അപ്പം ഈ രീതിയിൽ നിങ്ങൾ വീട്ടിലത് ഉണ്ടാക്കി നോക്കും. നമുക്ക് ഗ്യാസിൻ്റെ ഓവൻ്റെ ഒന്നും ചിലവില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നൊരു കേക്കാണിത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. നമുക്കത് മുറിച്ച് നോക്കാം. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമ്മളൊരു ബീറ്ററോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഓവനോ ഗ്യാസോ ഇതൊന്നും വേണ്ട. വെരി സിമ്പിളായിട്ട് ചെറിയ നമുക്ക് വിറക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ രീതി നിങ്ങൾ വീട്ടിലത് ഉണ്ടാക്കി നോക്കുക. നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ രീതിയും ഒക്കെ ആയി വന്നിട്ടുണ്ടോ എന്നൊക്കെ. കണ്ടോ, അടിപൊളിയല്ലേ നമ്മുടെ കേക്ക് കാണാൻ? കണ്ടോ, നല്ല സ്പോഞ്ചി കേക്ക് ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ, നല്ല സ്പോഞ്ചി കേക്ക്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.